VS-നെ കുറിച്ചൊരു കവിത എഴുതി ഇപ്പോൾ ഒരു യുവാവ് ഇവിടെ എത്തുകയാണ്. അപ്പോൾ എന്താണ് VS-ന്റെ കവിത? VS-നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ആവേശം നല്ല പറയാം, വികാരം എന്ന് പറയണം VS-നെ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മാതൃകയാണ് VS. അത് BJP-കാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിട്ട് ആരായാലും. എനിക്ക് ഞാൻ CPM-കാരനാ, VS അനുകൂലിയാ മാത്രമാണ്, VS അനുകൂലിയാ. അപ്പൊ എനിക്ക് തോന്നിയ 1-2 വരികള്: സമരവീര ധീര സൂര്യനായക, കപടതയ്ക്കും അഴിമതിക്കും അന്തക, വിപ്ലവം തൊടുത്തുവിട്ട വീരനെ, ഇരുമ്പുകാല് കൊണ്ടു പാത താണ്ടിയോനെ, നാവുകൊണ്ടു നാവടക്കും പോരാളി, സാധുജന ജീവിതത്തിൻ വഴികാട്ടി. എവിടുന്നാ വരുന്നേ? ഓക്കെ, ഓരോരുത്തർക്കും VS-നെ കുറിച്ച്, ചിലർക്ക് പാട്ടാണെങ്കിൽ ചിലർ ചിത്രം വരച്ചുകൊണ്ടും VS-നെ ഓർക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് അവരുടെ VS-നെ തേടി എത്തുകയാണ്. ഈ എത്രയോ വൈകിയ വേളയിൽ ഈ കാണുന്ന ജനക്കൂട്ടം മുഴുവൻ കാത്തിരിക്കുന്ന ഇതുപോലെ ഓരോ ഓർമ്മകൾ, ഓരോ വികാരങ്ങൾ VS-നെ കുറിച്ചുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാത്തിരിപ്പ്. VS-ന് ഈ ആൾക്കൂട്ടം VS-ന്റെ പുത്തരിയല്ല. കാരണം VS-നെ കാണാൻ എത്രയോ ആൾക്കൂട്ടങ്ങൾ ചില പൊതുയോഗങ്ങളിൽ, രാഷ്ട്രീയ യോഗങ്ങളിൽ, ഉദ്ഘാടന വേദികളിലൊക്കെ VS-ന്റെ പ്രസംഗം കേൾക്കാൻ, VS-നെ ഒരു നോക്ക് കാണാൻ, VS-ന്റെ ചുറ്റും ഒന്ന് കൂടി നിൽക്കാൻ, VS-നെ അടുത്തറിയാൻ, അങ്ങനെ VS-ന്റെ ചുറ്റും ആൾക്കൂട്ടങ്ങൾ എത്രയോ കാലത്തോളമായി ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം ഇപ്പോഴും VS-നെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട്. ആ ആൾക്കൂട്ടം VS-നെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ദർബാർ ഹാളിൽ അദ്ദേഹത്തെ കാണാനെത്തിയ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അനുയായികളും ആരാധകരുമായിരുന്നുവെങ്കിൽ അവിടെ പറഞ്ഞതുപോലെ ആൾക്കൂട്ടങ്ങളുടെ ഒപ്പം എപ്പോഴും VS ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ VS-ന് യാത്രയയപ്പ് നൽകാൻ വന്നിരിക്കുന്നത്. ഒരു 101 വയസ്സുള്ള ഒരു വൃദ്ധന്റെ മരണം എന്തുകൊണ്ടാണ് നമുക്ക് അസ്വാഭാവികമായി തോന്നുന്നത്? കാരണം ആ മരണം സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. VS കുറച്ചു കാലം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ്? VS അത്രത്തോളം ജനങ്ങൾക്കൊപ്പമായിരുന്നു, VS അത്രത്തോളം ജനപക്ഷത്തായിരുന്നു. VS ഏറ്റെടുത്ത വിഷയങ്ങൾ, VS പ്രസംഗിച്ച വിഷയങ്ങൾ, VS നീതിയുടെ സമവാക്യമാവുകയായിരുന്നു. നീതി എന്നാൽ VS ആണ്, സത്യമെന്നാൽ ശരിയെന്നാൽ VS ആണ് എന്ന രൂപത്തിലേക്ക് ഒരു വ്യാഖ്യാനം തന്നെ ഉണ്ടാവുകയാണ്. VS ആ നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ജനക്കൂട്ടം ഓരോയിടത്തും VS-നെ അവസാന നോക്ക് കാണാൻ ഒഴുകിയെത്തുന്നത്. അതിൽ വൃദ്ധരുണ്ട്. മഴ നനഞ്ഞ് തണുത്തു കൂടി വന്ന ഒരു വൃദ്ധനെ ഇപ്പോൾ ഒരു കസാരയിൽ കയറ്റി VS-നെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ VS-നെ കാണാൻ നാടിൻ്റെ പല കോണിൽ നിന്ന് വന്നവർക്ക് പല കഥകളാണ് പറയാറുള്ളത്. അവരുടെ ജീവിതാനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ചിലപ്പോൾ പ്രസംഗങ്ങൾ കേട്ട് പ്രചോദിതരായവരുണ്ട്. ചിലരാകട്ടെ, കൊച്ചുകുട്ടികളാകട്ടെ VS എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളവരാണ്. അങ്ങനെ പറഞ്ഞു കേട്ട് VS-നെ ഒന്ന് അവസാനമായി കാണാൻ വന്നവരാണ്. അതിനൊരു തുടർച്ചയുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. VS ഏറ്റെടുത്ത സമരങ്ങൾ, VS വിപ്ലവം തുടങ്ങിയത്, വിപ്ലവ സമരങ്ങൾ പിന്നീട് അങ്ങോട്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയത്, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്തിൽ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത് 79 വയസ്സും 82 വയസ്സുമൊക്കെ എല്ലാവരും വിരമിക്കുന്ന പ്രായം. പക്ഷേ VS അപ്പോൾ തുടങ്ങുകയായിരുന്നു. 2000-ന് ശേഷമുള്ള VS-നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തുക? 2000-ന് ശേഷമുള്ള VS-നെ രേഖപ്പെടുത്തുമ്പോൾ മാറിയ ഒരു VS ആണ്. അദ്ദേഹം ജനകീയനായ VS ആണ്. ജനങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ VS ആണ്. അതിൽ സ്ത്രീപക്ഷ വിഷയങ്ങളുണ്ട്. പെമ്പിളെ ഒരുമയ സമരം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഇടുക്കിയിലെ പെമ്പിളെ ഒരുമയ സമരം. അവർക്ക് ജീവിക്കാനുള്ള ദിവസക്കൂലി, ആ കൂലി, മാന്യമായ കൂലിക്ക് വേണ്ടിയായിരുന്നു അവരുടെ സമരം. അവർ അസംഘടിതരായിരുന്നു. അസംഘടിതരായവർക്ക് ആരുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം സംഘടിതമായ മറ്റ് സംഘടനകൾ ഉണ്ട് താനും. അവിടേക്കാണ് VS നടന്നിരുന്നത്. VS-നോട് പോകരുത് എന്ന് പറയുന്ന വാക്കുകൾക്കും VS അത് ചെവികൊണ്ടില്ല. കാരണം അവരെ ഒന്ന് കേൾക്കാൻ VS പോകുന്നു. അവിടെ ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്ന ആ സമരക്കാർ പക്ഷേ VS-നെ അവിടെ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം അവരിപ്പോഴും VS-നെ ഓർത്തത് പറയാറുണ്ട്. അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ടുള്ള തീരുമാനം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. ഇടുക്കിയിലും മൂന്നാറിലുമൊക്കെ അദ്ദേഹം നടത്തിയ ഓപ്പറേഷനുകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അദ്ദേഹത്തെ എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്.
ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന് കഴിവ്. 7ാം ക്ലാസ് വിദ്യാഭ്യാസമല്ലേ VS ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ വാർദ്ധക്യകാലത്ത് 90-ാം വയസ്സിൽ ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെ ഹിന്ദി പഠിച്ചത് രാഷ്ട്രഭാഷ പഠിക്കാനുള്ള ത്വര കൊണ്ട് മാത്രമായിരുന്നില്ല, ഓർമ്മശക്തി നിലനിർത്താനുള്ള ഒരു കഴിവായി. ഒരു ഭാഷ പഠിച്ചാൽ ഓർമ്മശക്തി നിലനിൽക്കും എന്നാരോ പറഞ്ഞത് കേട്ടാണ് VS ഹിന്ദി പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ ഒരു മടിയുമില്ലാത്ത VS. വിഷയങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. VS ഓരോ വിഷയവും പഠിച്ചല്ലാതെ ഇടപെടില്ല, പഠിച്ച് ബോധ്യപ്പെട്ടാല്ലാതെ ഒരു വിഷയത്തിലേക്കും VS കടന്നു ചെല്ലില്ല. അതായിരുന്നു VS. വീട്ടമ്മമാർ, സാധാരണ സ്ത്രീകൾ അവരുടെ വിഷയങ്ങൾ VSന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു വലിയ വിഷയമായി തന്നെ ഉയരുകയും അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അഴിമതിക്കാരായ ആളുകൾക്ക്, സ്ത്രീകളെ ആക്രമിക്കുന്നവർക്ക്, സ്ത്രീപീഡകർക്ക് ഒക്കെ പേടിസ്വപ്നമായി VS വളർന്നത് അങ്ങനെയാണ്.